നമസ്കാരം. ഏവർക്കും സുരേഷ് ദാസ് മ്യൂസിക്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതിനു മുൻപുള്ള ഓരോ വീഡിയോസും കണ്ടും കേട്ടും അഭിപ്രായങ്ങൾ എഴുതിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും അഭിപ്രായങ്ങൾ എഴുതണം. ഉള്ളിലുള്ള കഴിവിനെ വളർത്തി ഭംഗിയായി പാടണം എന്ന് ആഗ്രഹിക്കുന്ന ഏവർക്കും, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്കും, സംഗീതത്തെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഏവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം പാട്ടിനുള്ളിലെ വിവിധ വശങ്ങളെക്കുറിച്ച് പാടിയും പറഞ്ഞും പാടി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകളായിരിക്കും തുടർന്നും ഞാൻ ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ വിഷയം ഹൈ പിച്ചിലേക്ക് അനായാസം പാടുവാനും അതേപോലെ പാട്ടുകളിലെ ബേസിൽ വരുന്ന ഭാഗങ്ങൾ തെളിച്ച് അതിൻ്റെ ക്ലാരിറ്റിയിൽ പാടുവാനും നമ്മുടെ തൊണ്ടയെ, അതായത് വോക്കൽ കോഡിനെ സജ്ജമാക്കാനുള്ള ഒരു വോക്കൽ ട്രെയിനിങ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. അതിനോടൊപ്പം തന്നെ നേടിയെടുക്കേണ്ടതായ ഒരു പ്രധാന കാര്യമാണ് ബ്രീത്തിങ് കപ്പാസിറ്റി. ഒറ്റ ശ്വാസത്തിൽ പാടേണ്ടതും നീട്ടിപ്പാടേണ്ട ഭാഗങ്ങളിൽ ശ്വാസം നിയന്ത്രിച്ച് പാടേണ്ട രീതികളൊക്കെ നമ്മൾ പാടാൻ ആഗ്രഹിക്കുന്ന പല പാട്ടുകളിലുമുണ്ട്. ഈ തരത്തിലുള്ള ഏതാനും ഗാനങ്ങളെയും ഈ വീഡിയോയിൽ പാടി അവതരിപ്പിക്കുന്നു. ഏതൊരു ഗായകരും പാട്ടുകളൊക്കെ പാടാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏവരും അടിസ്ഥാനപരമായി നേടിയെടുത്ത് കരസ്ഥമാക്കേണ്ടതായ 4-5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഹൈ പിച്ചിലേക്ക് പാടി എത്തിക്കുക, അതേപോലെ ലോ റേഞ്ച് തെളിച്ച് കിട്ടുക എന്നതും, പിന്നെ ബ്രീത്തിങ് കപ്പാസിറ്റി നേടിയെടുക്കുക എന്നതും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശീലനത്തിലൂടെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. സാധാരണ നമ്മളൊക്കെ സംസാരിക്കാനും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമുക്ക് പറ്റുന്നത് പോലെ പാടി നോക്കാനും ഒക്കെയാണ് നമ്മുടെ വോക്കൽ കോഡിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഒരു പരിധിയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ തൊണ്ടയുടെ റേഞ്ച് മാക്സിമം ഹൈ പിച്ചും ബേസും നേടിയെടുക്കാൻ ഇനി പറയുന്ന വോക്കൽ ട്രെയിനിങ്ങിലൂടെ സാധിക്കും. ഇത് പാടി പരിശീലിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടി വർദ്ധിപ്പിക്കാൻ പറ്റും എന്നതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ഗുണം. അതിനുവേണ്ടിയുള്ള ഒരു വോയിസ് ട്രെയിനിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ തരത്തിലുള്ള ഏതാനും ഗാനങ്ങളെയും ഈ വീഡിയോയിൽ പാടി അവതരിപ്പിക്കുന്നു. ഇന്ന് മെയിൽ വോയിസിനും ഫീമെയിൽ വോയിസിനും പാടാൻ പറ്റുന്ന ഒരു കോമൺ ശ്രുതിയായ എ സ്കെയിലായിരിക്കും ഞാൻ പാടുന്നത്, 6 ഘട്ട ശ്രുതി. എന്നാൽ ഓരോരുത്തരുടെയും തൊണ്ടയുടെ റേഞ്ച് പല സ്ഥിതികളിലായതിനാൽ അവരവർക്ക് കംഫർട്ടബിളായ ശ്രുതികളിൽ പാടി പ്രാക്ടീസ് ചെയ്യുക. ഫീമെയിൽസ് എ ശ്രുതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. മെയിൽ വോയിസ് എല്ലാവരും സി എന്ന സ്കെയിലിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ഇതൊന്ന് ശ്രദ്ധയോടെ കേട്ട ശേഷം കൂടെ പാടി സാ എന്ന സ്വരത്തിൻ്റെ സ്ഥാനം കൃത്യമായി ഉറപ്പിക്കുക. സാ സാ പലർക്കും ചിലപ്പോൾ ആദ്യം തന്നെ സായുടെ സ്ഥാനം ശരിയാകണമെന്നില്ല. സായുടെ സ്ഥാനം ചിലപ്പോൾ ശ്രുതിയിൽ നിന്നും കയറിയോ താഴ്ന്നോ ഒക്കെ വരാം. എന്നാൽ പാടാനുള്ള ചെറിയ വാസനയും കഴിവുമൊക്കെ കിട്ടിയിട്ടുള്ള ഏതൊരാൾക്കും സാ എന്ന സ്വരം കൃത്യമായി പാടിയെടുക്കുവാൻ കഴിയും. ഓരോ ബ്രീത്ത് അകത്തോട്ട് എടുത്ത ശേഷം ഒരു ബ്രീത്തിൽ ഒരു സ്വരം എന്ന രീതിയിൽ സരിഗമപദനി എന്ന സപ്തസ്വരത്തിലൂടെ ആരോഹണ ക്രമത്തിൽ താരസ്ഥായി പഞ്ചമ പ എന്ന സ്വരം വരെ പാടി എത്തിച്ച ശേഷം പ എന്ന സ്വരത്തിൽ നിന്ന് ആരംഭിച്ച് അവരോഹണ ക്രമത്തിൽ മന്ത്രസ്ഥായി പഞ്ചമം വരെ ബേസിലുള്ള പ എന്ന സ്വരസ്ഥാനം വരെ നമ്മുടെ തൊണ്ടയെ എത്തിക്കുക എന്നതാണ് ഈ വോയിസ് ട്രെയിനിങ്. ആദ്യം സ എന്ന സ്വരം പാടുക. സാ ഞാൻ ഇവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു മിനിമം ബ്രീത്ത് എടുത്താണ് പാടുന്നത്. എന്നാൽ ഇത് പരിശീലിച്ച് നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ശ്വാസം എടുത്ത് മുൻപോട്ട് ഏതറ്റം വരെ നീട്ടി പാടാൻ പറ്റുന്നോ അതുവരെ ഓരോ സ്വരങ്ങളും പാടുക. ബ്രീത്തിങ് കപ്പാസിറ്റി പലർക്കും പല സ്ഥിതികളിലായതിനാൽ പറ്റുന്ന പോലെ പരിശ്രമിക്കുക. ആദ്യം ഒരു ശ്വാസം എടുത്ത ശേഷം സാ രേ ഗാ മാ പാ ധാ നീ
സാ രീ ഗാ മാ പാ. ഇതാണ് താരസ്ഥായി പഞ്ചമം പ എന്ന സ്വരം. പാ മാ ഗാ രീ സാ നീ ധാ പാ മാ ഗാ രീ സാ മന്ത്രസ്ഥായിലുള്ള സ്വരങ്ങളിലേക്ക് വരികയാണ്. നീ ധാ പാ മന്ത്രസ്ഥായി പഞ്ചമം പാ ധാ നീ സാ ഇങ്ങനെ ഒരു ബ്രീത്തിൽ ഒരു സ്വരം വെച്ച് താരസ്ഥായി പഞ്ചമം എത്തിയ ശേഷം തിരികെ വന്ന് മന്ത്രസ്ഥായി പഞ്ചമത്തിൽ എത്തിയിട്ട് വീണ്ടും പഞ്ചമം പാടി സായിൽ പാടി നിർത്തുക. ഇത് തന്നെ 2 or 3 തവണ എത്ര തവണ ചെയ്താലും അത്രയും ഗുണമാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ബ്രീത്തിൽ ഒരു സ്വരം വെച്ചാണ് പാടിയത്. ഇനി ഒരു ബ്രീത്തിൽ 2 സ്വരങ്ങൾ പാടുക. സാ രീ ഗാ മാ പാ ധാ നീ സാ രീ ഗാ മാ പാ പാ മാ ഗാ രീ സാ നീ
മാ ഗ രി സാ നീ ധാ പാ ധാ നീ സാ. ഇനി ഒരു ബ്രീത്തിൽ ഏതു സ്വരങ്ങൾ വരെ പാടാൻ പറ്റുമോ അതുവരെ നീട്ടിപ്പാടി എത്തിക്കുക. സാരി ഗ മ പ ധ നി സാരി ഗ മ പ പ മ ഗ രി സ നി ധ പ മ ഗ രി സ നി ധ പ പ ധ നി സ. ഇനി അതിൻ്റെ അടുത്ത സ്പീഡിലും ഇതേ രീതിയിൽ തന്നെ പാടുക. സരി ഗ മ പ ധ നി സരി ഗ മ പ പ മ ഗ രി സ നി ധ പ മ ഗ രി സ നി ധ പ പ ധ നി സ. ഓരോരുത്തരും പറ്റുന്ന രീതിയിൽ ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായും നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. സമയം പോലെ പലതവണ പാടി പരിശീലിച്ചാൽ നമ്മുടെ തൊണ്ടയുടെ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഹൈ പിച്ചും ബേസിലേക്കുള്ള റേഞ്ചും ഒപ്പം ബ്രീത്തിങ് കപ്പാസിറ്റിയും നേടിയെടുത്ത് നമുക്കിഷ്ടമുള്ള ഏത് പാട്ടുകളും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ പാടാൻ പറ്റും. നമ്മുടെ പിന്നണി ഗായകരുൾപ്പെടെ ഗായക സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ നിരന്തരം ഇതേപോലെയുള്ള പരിശീലനങ്ങൾ ചെയ്താണ് ഇന്നും ഗായക സ്ഥാനത്ത് നിലനിൽക്കുന്നത്. പാടുവാനുള്ള കഴിവ് പലർക്കും പലതരത്തിലാണ്. ഇപ്പോൾ അത് ഏത് സ്ഥിതിയിലാണെങ്കിലും അവിടെ നിന്നും ഈ പരിശീലനം തുടങ്ങുക. ഏത് റേഞ്ചിലും പാടാൻ പറ്റും. നമ്മുടെ വോക്കൽ കോഡിനെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമയം പോലെ പരമാവധി പ്രാക്ടീസ് ചെയ്യുക, പരിശ്രമിക്കുക. ഏത് റേഞ്ചിലുള്ള പാട്ടുകളും പാടുന്ന ഗായകരായി വളരുക. നമ്മളൊക്കെ പാടാൻ ആഗ്രഹിക്കുന്നതും പാടി നോക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ എല്ലാ പാട്ടുകളിലും ഹൈ പിച്ചും ബേസ് നോട്ടുകളും ശ്വാസം നിയന്ത്രിച്ച് പാടേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അത് ശാസ്ത്രീയ സംഗീത കൃതികളായാലും സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് തരം പാട്ടുകളാണെങ്കിലും പണ്ടു മുതലേയുള്ള കമ്പോസിംഗ് രീതികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ള ഏതാനും ഗാനങ്ങളെ ഒന്ന് പാടി നോക്കാം. ആദ്യം രവീന്ദ്രൻ മാസ്റ്റർ സി സ്കെയിലിൽ, അതായത് ഒരു ഘട്ട ശ്രുതിക്ക് കമ്പോസ് ചെയ്ത പ്രമദവനം എന്ന ഗാനത്തിന്റെ അനുപല്ലവി എടുക്കും. ജോഗ് രാഗത്തിലുള്ള ഈ പാട്ട് മന്ത്രസ്ഥായിലെ പഞ്ചമം, അതായത് ബേസിലുള്ള പാ എന്ന സ്വരത്തിൽ നിന്ന് ആരംഭിച്ച് മധ്യസ്ഥായിലെ സ്വര സഞ്ചാരത്തിലൂടെ താരസ്ഥായിലെ പഞ്ചമം, അതായത് ടോപ്പിലുള്ള പാ എന്ന സ്വരത്തിൽ വരെ പാടി എത്തിക്കുന്ന തരത്തിലുള്ള കമ്പോസിംഗ്. അതുകൊണ്ട് തന്നെ ഇന്ന് അവതരിപ്പിക്കുന്ന പാട്ടുകളെല്ലാം പ്രമദവനം എന്ന പാട്ടിന്റെ സ്വരസഞ്ചാരങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കും പറയുന്നത്. താളം 4/4 ആണ്. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ, കവിയുടെ ഗാനരസാമൃതലഹരിയിൽ ഒരു നവ കനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. സി സ്കെയിലിൽ, അതായത് ഒരു ഘട്ട ശ്രുതിയിൽ താരസ്ഥായി പഞ്ചമത്തിൽ ഹൈയിലുള്ള പാ എന്ന സ്വരത്തിലാണ് ഇന്നിത എന്ന ഭാഗം പാടി നിർത്തിയിരിക്കുന്നത്. പാടിയ ഈ വരികളെല്ലാം സ്വരങ്ങൾ തന്നെയാണ്. കവിയുടെ ഗാനരസാമൃതലഹരിയിൽ ജണ്ടപരിശകളുടെ സ്വരപ്രയോഗങ്ങളാണ് മാസ്റ്റർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് താരസ്ഥായി പഞ്ചമം പ എന്ന സ്വരം. ശേഷം പ്രമദവനം എന്ന് തുടങ്ങുന്ന ആ സ്വരം മന്ത്രസ്ഥായിലെ പ എന്ന സ്വരത്തിൽ നിന്നാണ്, ബേസിലുള്ള പ എന്ന സ്വരത്തിൽ നിന്ന്. പ്രമദവനം വീണ്ടും പനി സഗസനി സഗമാ ഋതുരാഗം
ചൂടി. രവീന്ദ്രൻ മാസ്റ്റർ ഈ ശൈലിയിൽ നിരവധി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രവീന്ദ്ര സംഗീതം എന്ന പേരിൽ ചലഞ്ചിങ് സോങ്സുകളായി അവ ഇന്നും നിലനിൽക്കുന്നു. ഇനി ദേവരാജൻ മാസ്റ്ററുടെ ഒരു ഗാനം. ഈ ഗാനത്തിലും പ്രമദവനത്തിൽ പാടിയ ഹൈപ്പിച്ചിലുള്ള പാ എന്ന സ്വരം വരെ പാടുന്നുണ്ട്. എന്നാൽ ഈ ഗാനത്തിൽ സി സ്കെയിലിലെ തുടക്കത്തിലുള്ള സാ മുതൽ മുൻപോട്ട് താരസ്ഥായി പാ എന്ന സ്വരം വരെയും തിരിച്ച് മന്ത്രസ്ഥായി നീ വരെയുള്ള സ്വര സഞ്ചാരത്തിലൂടെയുമുള്ള കമ്പോസിംഗ്. വളരെ ശാന്തമായ ഈണത്തിലുള്ള പാട്ട്. ശുദ്ധ ധന്യാസി രാഗമാണ്. താളം 3/4 ആണ്. സംഗമം സംഗമം സാഗപ സാനിപ ത്രിവേണി സംഗമം. നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇതിലെ ഹൈപ്പിച്ച് ഭാഗം ഒന്ന് നോക്കാം. അനുപല്ലവി മുതൽ ശാന്തമായി തുടങ്ങി ഹൈപ്പിച്ചിലേക്ക് എത്തുന്ന രീതിയാണ്. ഇവിടെ ഓരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ, നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നീലാവിൽ, നീയും ഞാനും. അവിടെ മുതൽ ഹൈ പിച്ചിലേക്ക് പോവുകയാണ്. നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ. നിസഗമമാമപ. ഇവിടെയാണ് ഹൈയിലുള്ള പാ എന്ന സ്വരത്തിന്റെ സ്ഥാനം വന്നിരിക്കുന്നത്. നിസഗമമാമപ മഗമാമമ. ഓ സാഗമപമഗമപസ. ഇവിടെയും പ്രമദവനത്തിലെ ഇന്നിത എന്ന ടോപ്പിലുള്ള പാ എന്ന സ്വരത്തിന്റെ സ്ഥാനം തന്നെയാണ്. ഈ പാട്ടുകളൊക്കെ മന്ത്രസ്ഥായിൽ നിന്നോ മധ്യസ്ഥായിൽ നിന്നോ ആരംഭിച്ച് കയ്യിലുള്ള സ്വരങ്ങളിലെത്തി തിരികെ വരുന്ന രീതിയിലുള്ള പാട്ടുകളാണ്. പാട്ടുകൾ ഉണ്ടായ കാലം മുതലേ സാധാരണഗതിയിൽ ഈ രീതികളിലും ശൈലികളിലുമൊക്കെ തന്നെയാണ് പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്നത്. എന്നാൽ ഹൈ പിച്ചിൽ തന്നെ പാടി തുടങ്ങുന്ന പാട്ടുകളും നിരവധിയാണ്. അങ്ങനെയുള്ള 1-2 ഗാനങ്ങൾ പാടി നോക്കാം. ദേവരാജൻ മാസ്റ്ററുടെ തന്നെ സംഗീതം. ഇത് മൈനർ സ്കെയിലുള്ള ഒരു പാട്ടാണ്. പാട്ട് തുടങ്ങുന്നത് തന്നെ എ മൈനർ സ്കെയിലിന്റെ ടോപ്പിലുള്ള സാ എന്ന സ്വരത്തിൽ നിന്നാണ്. പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ, പ്രപഞ്ചശില്പികളെ പറയൂ പ്രകാശമകലയാണോ. സരിഗമ പദപ. ഇവിടെ ടോപ്പിൽ വന്നിരിക്കുന്ന സരിഗമ പദ എന്ന നോട്ട് ഒരു ഘട്ട ശ്രുതിയിൽ താരസ്ഥായിലെ മധ്യമം അല്ലെങ്കിൽ ടോപ്പിലുള്ള മാ എന്ന സ്വരമാണ്. അതുകൊണ്ട് ഏതൊരു പാട്ടുകാരനും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ പാടുവാൻ ആഗ്രഹിക്കുന്നവരും ശ്രമിക്കുന്നവരും ഒക്കെ സി സ്കെയിലിൽ, അതായത് ഒരു ഘട്ട ശ്രുതിയിൽ മന്ത്രസ്ഥായിലുള്ള എന്നാൽ ഏറ്റവും താഴെ ബേസിലുള്ള പാ എന്ന സ്വരം മുതൽ താരസ്ഥായിലെ പാ എന്ന ഹൈയിലുള്ള സ്വരം വരെ അതിന്റെ റേഞ്ചിൽ തന്നെ അനായാസം പാടുവാൻ നമ്മുടെ തൊണ്ടയെ, അതായത് നമ്മുടെ വോക്കൽ കോഡിനെ സജ്ജമാക്കിയെടുക്കണം. കാരണം ഡി, ഇ, എഫ്, ജി, എ എന്നീ സ്കെയിലുകളിലൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ള ഏത് പാട്ടുകളുടെയും ഹൈ പോർഷൻസ് എല്ലാം ഈ പറഞ്ഞ ഒരു ഘട്ട ശ്രുതി എന്ന സി സ്കെയിലിലെ ടോപ്പിലുള്ള പാ എന്ന സ്വരം വരെയുള്ള സ്വരസഞ്ചാരത്തിനുള്ളിൽ നിൽക്കും. അതായത് പ്രമദവനം എന്ന പാട്ടിലെ ഏറ്റവും ഹൈ ഇന്നിത എന്ന ഭാഗത്തിലെ പാ എന്ന സ്വരത്തിനുള്ളിൽ നിൽക്കുമെന്നർത്ഥം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു പറയുന്നതിന്റെ കാരണം നമ്മുടെ എല്ലാ പാട്ടുകളിലും ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇപ്പോൾ പാടുന്നവരും പാടാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇനി ഹൈ പിച്ചിൽ തന്നെ നല്ല പവർഫുള്ളിൽ പാടി തുടങ്ങേണ്ട ഒരു ഗാനം. ഔസേപ്പച്ചന്റെ സംഗീതം. സി മൈനർ സ്കെയിലിൽ ടോപ്പിലുള്ള ഗാ എന്ന സ്വരത്തിലാണ് പാട്ടിന്റെ തുടക്കം. രാപ്പാടി കേഴുന്നു രാപ്പൂവും വിട ചൊല്ലുന്നു. സി മൈനർ സ്കെയിലിന്റെ താരസ്ഥായിലുള്ള ഗായിലാണ് പാട്ട് തുടങ്ങുന്നത് തന്നെ.
ഗാരി ഗാരി ഗാ രി ഗാരി രീ. തുടക്കത്തിലുള്ള ഹൈ നോട്ടിൽ കൃത്യമായി പവർ കൊടുത്ത് തന്നെ വേണം ഈ പാട്ട് തുടങ്ങുവാൻ. സി സ്കെയിലിൽ തന്നെ ഹൈയിൽ തുടങ്ങുന്ന മറ്റൊരു ഗാനം ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. ഈ പാട്ടും അതേ പവറിലും ഡെപ്തിലും തന്നെ പാടി തുടങ്ങേണ്ട പാട്ടാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നിരന്തര പരിശീലനത്തിലൂടെയും പ്രാക്ടീസിലൂടെയും നേടിയെടുക്കണം. ഇനി ഹൈയിൽ തന്നെ തുടങ്ങുന്ന ജാനകിയമ്മ പാടിയ ഒരു ഗാനം, AT ഉമ്മർ സംഗീതം നൽകിയ ഈ ഗാനം ഡി സ്കെയിലാണ്. ടോപ്പിലുള്ള സാ എന്ന സ്വരത്തിലാണ് തുടക്കം. ഈ ഗാനവും വളരെ പവർഫുള്ളായി തന്നെ പാടി തുടങ്ങണം. രാഗേന്ദു കിരണങ്ങളൊളി വീശിയില്ല, രജനീ കദംബങ്ങൾ മിഴിച്ചിമ്മിയില്ല, മദനോത്സവങ്ങൾക്കു നിറമാല ചാർത്തി, മനവും തനുവും മരുഭൂമിയായി. ഡി സ്കെയിൽ, അതായത് 2 കെട്ട് ശ്രുതിയുടെ മേളിലുള്ള സായിലാണ് പാട്ടിന്റെ തുടക്കം. എന്നാണ് അതിന്റെ സ്വരങ്ങൾ. ഫീമെയിലുകളൊക്കെ G ഷാർപ്പ് A എന്ന ശ്രുതികളിലൊക്കെയാണ് സംഗീതം പഠിക്കുന്നതെങ്കിലും സംഗീത പഠനം മുന്നേറുന്നതനുസരിച്ച് ഗ്രാജുവലി C ശ്രുതിയിൽ താരസ്ഥായി പഞ്ചമം വരെ പാടി പരിശീലിച്ച് നേടിയെടുത്താൽ ഇതേ സ്കെയിലിലും റേഞ്ചിലുമുള്ള ഏതു പാട്ടുകളും ഭംഗിയായി പാടുവാൻ സാധിക്കും. ശാസ്ത്രീയ സംഗീതത്തിൽ ഗീതങ്ങൾ മുതൽ കീർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കൃതികളും മാക്സിമം ടോപ്പിലും ബേസിലുമുള്ള സ്വരസഞ്ചാരത്തിലൂടെ തന്നെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതേ രീതികളിലൊക്കെ പാടി ഫലിപ്പിക്കേണ്ട ഒരു കീർത്തനത്തിന്റെ ഏതാനും ഭാഗം നോക്കാം. ദീക്ഷിതർ കൃതിയാണ് ഷൺമുഖപ്രിയ രാഗം. സിദ്ധയക്ഷ കിന്നരാദി സേവിതം അഖില ജഗത് പ്രസീദയക്ഷ കിന്നരാദി സേവിതം അഖില ജഗത് പ്രസീദ മൂല പങ്കജ മാധ്യസ്ഥം മോദഗസ്തം സിദ്ധി വിനായകം അനിശം ചിന്തയാമ്യഹം പ്രസീദഗണനായകം വിശിഷ്ടാർദ്രദായകം വരം സിദ്ധിവിനായകം അനിശം. ഇതേപോലെ തന്നെ നേടിയെടുക്കേണ്ടതായ ഒരു പ്രധാന കാര്യം തന്നെയാണ് തൊണ്ടയുടെ ബേസ് റേഞ്ച്. മന്ത്രസ്ഥായിലുള്ള സ്വര പരിശീലനത്തിലൂടെ ഇത് നേടിയെടുക്കുവാൻ പറ്റും. താരകേ മിഴിതളിൽ കണ്ണീരുമായി താഴേ തിരയുവതാരേ നീ. രവീന്ദ്രൻ മാസ്റ്ററുടെ ആദ്യ സംഗീത സംവിധാനം. സി മൈനർ സ്കെയിലിലാണ് പാട്ട്. താളം 4/4. താരകേ ദാപപ മിഴിതളിൽ കണ്ണീരുമായി ദാവഗരി സാരി സദാപ. ഈ സ്കെയിലിൽ ബേസിലുള്ള ഇതേ പാ എന്ന സ്വരത്തിൽ നിന്നു തന്നെയാണ് പ്രമദവനം എന്ന പാട്ട് തുടങ്ങുന്നത്. ബേസ് റൂട്ട് വ്യക്തമായി എടുത്തു കാണിക്കുന്ന ഒരു ഗാനം. 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം അഭിലാഷ ഗാനം മാനസ വീണയിൽ കരപരിലാളന ജാലം ജാലം. അവിടെ നിന്ന് വീണ്ടും ബേസിലോട്ട് വരിക. ഇന്ദ്രജാലം
അവിടെ നിന്ന് താഴേക്കുള്ള വീണ്ടും ബേസിലേക്ക് അതിലോല ലോലം 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ജാലം ജാലം ഇന്ദ്രജാലം ദാദാ പാപ രി സാദാ പാപ നദിലോല ലോലം പഗാ അതി പഗാ പദസ ലോലം 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഒരു പാട്ടിൽ കൊണ്ടുവരാവുന്ന മാക്സിമം ബേസ്. രവീന്ദ്രൻ മാസ്റ്ററുടെ മറ്റു പല പാട്ടുകളിലും ഇതേ രീതികളിലുള്ള പ്രയോഗ രീതികൾ വന്നിട്ടുണ്ട്. രവീന്ദ്രൻ മാസ്റ്ററുടെ തന്നെ സംഗീതത്തിൽ ചിത്ര ചേച്ചി പാടിയ മറ്റൊരു ഗാനം, അതും സി സ്കെയിൽ തന്നെയാണ്, 4/4 താളം. അറിവിൻ നിലാവേ മറയുന്നുവോ നീ സാപദ സദ പഗ. തൊട്ടു മുൻപ് പാടിയ അതിലോല ലോല എന്ന ഭാഗത്ത് വന്ന സെയിം നോട്ട്. ഇപ്പോൾ പാടിയ ഈ ബേസിന്റെ തലങ്ങളൊക്കെ പ്രാക്ടീസിലൂടെയും പരിശ്രമത്തിലൂടെയും ആർക്കും നേടിയെടുക്കാൻ സാധിക്കും. ഇനി പാടുമ്പോൾ നമ്മുടെ ശ്വാസം നിയന്ത്രിച്ച്, അതായത് ബ്രീത്തിങ് കൺട്രോളിൽ പാടേണ്ടതിന് ഉദാഹരണമായി 1-2 പാട്ടുകൾ നോക്കാം. ജോൺസൺ മാസ്റ്ററുടെ സംഗീതം. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേയുറക്കമായോ. ഈ ഒരു ലൈൻ ഒരു ബ്രീത്തിൽ തന്നെ പാടി അവസാനിപ്പിക്കണം. മുങ്ങി നീരാടിയൻ എന്ന ഭാഗം കഴിഞ്ഞ് ഒരു നല്ല ബ്രീത്ത് എടുത്തിട്ട് വേണം ആ ലൈൻ പാടുവാൻ. ജോൺസൺ മാസ്റ്ററുടെ തന്നെ മറ്റൊരു ഗാനം, പവിഴം ഒഴിയും മൊഴിയിൽ മലർശരമേറ്റ മോഹമാണു ഞാൻ, ഏകാന്തജാലകം തുറക്കൂ ദേവി, നിൽപ്പൂ നിൽപ്പോ ഞാനീ നടയിൽ നിന്നെ തേടി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രിക വസന്തം. നിൽപ്പൂ എന്ന് പാടുന്ന ഭാഗം ഹൈയിലുള്ള സാ എന്ന ഒരൊറ്റ നോട്ടിൽ ശ്രുതി ചേർത്ത് അതേ റേഞ്ചിൽ അത്രയും സസ്റ്റെയിൻ ചെയ്ത് തന്നെ പാടണം. ബ്രീത്തിങ് കപ്പാസിറ്റി നേടാനുള്ള പ്രാക്ടീസ് നിരന്തരം ചെയ്താൽ ഇതൊക്കെ ഒറ്റ ബ്രീത്തിൽ തന്നെ നമുക്ക് പാടാൻ പറ്റും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പല വേദികളിലും പാട്ടുകൾ പാടുവാനും നമ്മുടെ കഴിവുകളെ അവതരിപ്പിക്കാനുമൊക്കെ ഉള്ള അവസരങ്ങളും സാധ്യതകളും നിരവധിയാണ്. അതൊക്കെ പ്രയോജനപ്പെടുത്തുക. കഴിവുള്ളവരൊക്കെ അതിനെ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നല്ല ഗായകരായി വളരുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സംഗീത സ്നേഹികളായ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലെ തന്നെ സംഗീത സംബന്ധമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.